വെളുപ്പിന് 4 മണിക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിൻ്റെ എന്തോ സൗണ്ട് കിട്ടും, എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൗണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി. ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. അപ്പം ആ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നെങ്കിൽ ആളും തീർന്നേനെ. ഫോറസ്റ്റുകാരാണെങ്കിലും വൈകുന്നേരം 10-15 പേര് ആ റൂട്ടിൽ കൂടെ ഇരിക്കും. സന്ധ്യയാകുമ്പോൾ അവർ വീട്ടിൽ പോകും. ആന വൈകുന്നേരം ഒരു 6 മണിയായി കഴിയുമ്പോഴത്തേനും കുടിയുടെ കൂടെ കയറി. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഏലക്കാടൊക്കെ ആയതുകൊണ്ട് ഇതിനകത്തേക്കൊന്ന് കയറി ഓടിച്ചു വിടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഇല്ലാത്തൊരവസ്ഥയിലാണ് ശ്രീകണ്ഠത്തിൽ ഇപ്പോൾ കഴിയുന്നത്. അതുപോലെ ആനശല്യമാണ്. പാക്കട്ടും പിള്ളേയ லைட் அடிக்காதுங்கடா, உனக்குடா லைட் அடிச்சுட்டு இருக்கோம். நீ பாரு, இந்த இங்கிட்டு கூட வந்து பாரு. இங்க பாரு, கையை கீ வச்சு வாங்க கூடாது பாப்பா. பக்கத்துல கூட கையை സേതു, മലയോര മേഖല ഈ വന്യജീവി ശല്യത്തിൽ മുൾമുനയിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഓരോ ദിവസവും ഓരോ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇതൊരു വാർത്തയായി നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നത്. അല്ലാത്ത ദിവസങ്ങളിലെല്ലാം വിവിധ സ്ഥലങ്ങളിൽ ഈ വന്യജീവികൾ, പ്രത്യേകിച്ച് കാട്ടാനകളാണ് കൂടുതലുള്ളത്. കാട്ടാന ശല്യമാണ് അതിരൂക്ഷമായിട്ടുള്ളത്. ഇന്നിപ്പോൾ ഇടുക്കി ജില്ലയിൽ 4 സ്ഥലത്തു നിന്നാണ് കാട്ടാനയുടെ സാന്നിധ്യം അല്ലെങ്കിൽ കാട്ടാനയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകൾ വിളിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഇന്ന് പുലർച്ചെ 4 മണിയായപ്പോഴാണ് ആദ്യത്തെ കോൾ എത്തിയത്. അത് ഈ സിംഗുകണ്ടത്ത് നിന്നാണ് വിളിച്ചത്. മനോജ് എന്ന് പറയുന്ന ആൾ നേരിട്ട് വിളിച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വീട് തകർത്തു എന്നുള്ളത്. അതിനുശേഷം ആ ദൃശ്യങ്ങൾ, നമുക്ക് ആ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം. പെട്ടെന്ന് വന്ന ആന ഈ വീട് തള്ളിയതിന് ശേഷം അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ മടങ്ങി പോവുകയാണ്. ഇപ്പോൾ ആന നിൽക്കുന്നത് ആ പ്രദേശത്ത് തന്നെ സമീപത്ത് ആന നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങോട്ട് ഓടിക്കുമെന്നുള്ളതാണ് പ്രശ്നം. പ്രത്യേകിച്ച് ആ പ്രദേശത്തെല്ലാം ജനവാസ മേഖലയാണ്. ചില ചെറിയ തുരുത്തുകളായിട്ട് മാത്രമേ വനമേഖലയുള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങോട്ട് ഓടിച്ചാലും അടുത്ത ദിവസമോ അല്ലെങ്കിൽ തൊട്ടടുത്ത മണിക്കൂറിലോ വീണ്ടും ഈ ജനവാസ മേഖലയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പടയപ്പയുള്ളത് ദേവികുളത്ത് തന്നെയാണ്. ദേവികുളത്ത് കഴിഞ്ഞ ദിവസം ടോൾ ബൂത്തിന് സമീപത്ത് പടയപ്പ ഇറങ്ങിയിരുന്നു. അവിടെ നിന്ന് ചൊക്കനാട് മേഖലയിലേക്ക് ഓടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ മിഡിൽ ഡിവിഷൻ എന്ന് പറയുന്ന പ്രദേശത്താണുള്ളത്. അവിടെ തോട്ടം തൊഴിലാളികളുടെ അടുക്കള കൃഷിത്തോട്ടം അത് നശിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ഈ ചക്കക്കൊമ്പൻ ചെയ്തതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾ, വീട് ഇടുക്കി, അത്തരം കാര്യങ്ങളൊന്നും പടയപ്പ ചെയ്തിട്ടില്ല. കൃഷിനാശം വരുത്തിയിട്ടുണ്ട്. കൂടാതെ ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് നിൽക്കുന്നത്. രാവിലെ 6:30 നേരിമംഗലത്തിന് സമീപം 6-ാം മൈലിൽ ആന ഇറങ്ങിയിരുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമാണ്. ആ സമയത്ത് ജാഗ്രത പാലിക്കാൻ വനംവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആന റൂട്ടിൽ നിന്ന് കാട്ടിലേക്ക് തന്നെ കയറിപ്പോയിട്ടുണ്ട്. ഇത് കൂടാതെ ദേവികുളത്താണ് ഒരു കൂട്ടം ആനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ നാശനഷ്ടമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ജനവാസ മേഖലയ്ക്ക് സമീപത്താണ് നിൽക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളാണ് ഇന്ന് ഏതാണ്ട് ആദ്യ മണിക്കൂറുകളിൽ, ഈ ദിവസം ആരംഭിച്ച ആദ്യ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ വരും മണിക്കൂറുകളിൽ ഏതൊക്കെ മേഖലയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. സേതു.